ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നാളത്തെ എക്സാമിന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മിസ്സിന് എത്ര ഉറപ്പാണോ നാളെ ഇത് വരും എന്നുള്ളത്. അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പത്തെ പ്രീവിയസ് ഇയറിൽ എസ് എ ക്വസ്റ്റ്യൻസ് ചോദിച്ച ചോദ്യങ്ങൾ, അതായത് ഓരോ വർഷം മാറി മാറിയാണ് എസ് എ ചോദിക്കുന്നത്. ബട്ട് റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഏകദേശം ഒരേ ഏരിയാസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് എസ് എ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. കാരണം എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ 8 മാർക്കിന് ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ആ പോർഷനിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ എസ് എ ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. അപ്പം ഇനി ഇൻ കേസ് എസ് എ ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരു ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്യണം. കാരണം ഇപ്രാവശ്യം ചിലപ്പോൾ എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിൽ തന്നെ അവിടുന്ന് ഒരു 4 മാർക്കോ 3 മാർക്കോ ചോദ്യം ഉറപ്പാണ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് എസ് എ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം മുൻ വർഷങ്ങളിൽ എസ് എ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് മനസ്സിലാക്കാം. ആ ഒരു ഏരിയാസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പാസ്സാകുന്ന മാത്രമല്ല നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പം ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് അല്ലെങ്കിൽ ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് മിസ് പറയുന്നത്. കാരണം ഇതിനു മുമ്പ് എസ് എ ചോദ്യങ്ങൾ ചോദിച്ചൊരു ഏരിയ ആണ്. അപ്പം അത്രയും ചോദ്യങ്ങൾ ചോദിക്കാൻ അല്ലെങ്കിൽ അത്രയും അധികം ചോദ്യങ്ങൾ ആ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യന് അത്ര മാർക്കിനുള്ളത് ചോദിക്കാൻ സാധിക്കും. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ ചാപ്റ്റർ തന്നെ നമുക്ക് നോക്കാം. ഒരു ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം ബിസിനസ്, ട്രേഡ് ആൻഡ് കോമേഴ്സ്. ഒന്നാമത്തെ ചോദ്യം നോക്കിയാൽ എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ആ ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 2018 8 മാർക്കിന്റെ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. സെക്കൻഡ് ഏരിയ ബിസിനസ് റിസ്ക്. ബിസിനസ് റിസ്ക് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇതൊക്കെ ചോദിക്കുമോ, പക്ഷെ നോക്കണം 2022 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 8 മാർക്കിന്റെ ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളത് പഠിക്കേണ്ടതാണ്. അടുത്തൊരു കാര്യം എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇത് 8 മാർക്കിന്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി മനസ്സിലാക്കാൻ ചിലപ്പോൾ ഈ പ്രാവശ്യം 8 മാർക്കിന്റെ തന്നെ ചോദിക്കണമെന്നില്ല. ഈ പ്രാവശ്യം ഒരു 4 മാർക്കിന്റെ ചോദ്യമാകാൻ ചോദിക്കുന്നത്. പക്ഷെ ആ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടുന്ന് അത്രയും ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രം അവിടെ ആ ഒരു പോർഷൻ ഉണ്ട് അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു കാര്യമാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ കൊമേഴ്സ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ്. അപ്പോൾ ഈ ഒരു 4 ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും നാളെ നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പം ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ആൻഡ് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് എത്തുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി നാളത്തെ എസ് എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ സാധ്യത ഉള്ളത്, അതായത് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ളത് നമ്മൾ പറഞ്ഞ ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് നോക്കാം ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഇതൊരു ഷുവർ ആയിട്ട് എസ് എ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റർ ആണ്. അവിടെ സോൾ പ്രൊപ്പർഷിപ്പും അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കുറെ അധികം ഇതിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. അപ്പം സോൾ പ്രൊപ്പർഷിപ്പ് കൂടുതൽ തവണ പല വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ആയി ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ അടുത്താണ് പാർട്ട്ണർഷിപ്പ്. അത് കൃത്യമായിട്ട് പഠിച്ചോളൂ. അതിൽ നിന്ന് ചോദിച്ചത് കാരണം പാർട്ട്ണർഷിപ്പിൽ നമുക്ക് കുറെ അധികം ഫീച്ചേഴ്സ്, അതിന്റെ മെറിറ്റ്സ്, ലിമിറ്റേഷൻസ് ഒക്കെ പഠിക്കാനുള്ള ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് കൃത്യമായിട്ട് പഠിച്ചോണം. പിന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി 2023 ചോദിച്ചത്, കോപ്പറേറ്റീവ് സൊസൈറ്റി 2019 ചോദിച്ചത്. ഓക്കെ, അപ്പം ഇത് ഏതൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്, എന്താ മെറിറ്റ്സ്, എന്താ ഡിമെറിറ്റ്സ്. അപ്പം നമ്മൾ ഡെഫിനറ്റ്ലി ഒരു ടേബിളൊക്കെ ആക്കിയിട്ട് നമ്മളത് പഠിച്ചിട്ടുണ്ട്. ലൈവ് ക്ലാസ്സിൽ ഡെഫിനറ്റ്ലി ആ ഒരു ടേബിൾ നിങ്ങൾക്ക് ഒന്നുകൂടെ നമ്മൾ ക്ലാസ് എടുത്ത് തരുന്നതാണ്. അപ്പോൾ ഒരൊറ്റ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഒരു ചാപ്റ്റർ ഫുള്ള് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. കാരണം കുറേ അധികമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു ടേബിളിനകത്ത് എല്ലാ പോയിന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഒരു ടേബിൾ പഠിക്കുകയാണെങ്കിൽ അതിൽ ഫീച്ചേഴ്സ് എഴുതാം, മെറിറ്റ്സ് എഴുതാം, ഡിമെറിറ്റ്സ് എഴുതാം. അപ്പോൾ കൃത്യമായിട്ട് ലൈവ് അറ്റൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നോട്ട് അല്ലെങ്കിൽ ആ ഒരു ടേബിൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഇവിടെ പഠിച്ചാൽ മതിയാകും. ഓക്കെ, അങ്ങനെയെങ്കിൽ തേർഡ് ചാപ്റ്റർ പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എന്റർപ്രൈസ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സ്പ്ലെയിൻ ദ ഫോംസ് ഓഫ് പബ്ലിക് എന്റർപ്രൈസ് 2018 ചോദിച്ചിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബൽ എന്റർപ്രൈസ്. ഗ്ലോബൽ എന്റർപ്രൈസ് എന്താണ്? MNC മൾട്ടിനാഷണൽ കമ്പനിയാണ് കേട്ടോ. അതാണ് എന്ത് ചെയ്യുന്നത് ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, then explain the government company merits and limitations ആണ് 2024 ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ബാക്കി വർഷങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു സെയിം ഏരിയ തന്നെയാണ് എന്ത് ചെയ്ത ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പം ഇപ്രാവശ്യം അതിപ്പോൾ 2024 ഈ ഒരു ഭാഗത്തുനിന്ന് എസ് എ ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 2025 വരുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, ഒരു 4 മാർക്കോ 3 മാർക്ക് ചോദ്യമായിരിക്കാം ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങളോട് ചോദിക്കാനായിട്ട് സാധ്യതയുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ചാപ്റ്റർ 4 ബിസിനസ് സർവീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് നമ്മൾ കുറേ അധികം ബിസിനസ് സർവീസുകളെ കുറിച്ച് പഠിക്കുന്നു. പക്ഷേ നിങ്ങൾ പഠിക്കേണ്ടത് കൊമേഴ്ഷ്യൽ ബാങ്കേഴ്സിന്റെ ഫങ്ഷൻസും പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസും.
ഓക്കെ, ഈ രണ്ട് കാര്യം കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ്, ഇതാണ് എസ് എ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇത് ഡെഫിനറ്റ്ലി ഒരു എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ചാപ്റ്ററാണ്. കുറേ സർവീസസ് ഉണ്ട്, പക്ഷേ ഞാൻ പറയുന്നു കൊമേഴ്ഷ്യൽ ബാങ്കും ഇൻഷുറൻസും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ് വൺ എമർജിംഗ് മോഡ് ഓഫ് ബിസിനസ്. എമർജിംഗ് മോഡ് ഓഫ് ബിസിനസ്സിൽ നിന്ന് നമുക്ക് 2022 ഈ ബിസിനസ് അതിന്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. ട്രഡീഷണൽ ബിസിനസ് വേഴ്സസ് ഈ ബിസിനസ് നമ്മളൊരു ടേബിൾ ആയിട്ട് പഠിക്കണം. അതൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ആൻസർ എഴുതണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഒരു ടേബിളിൽ 8 പോയിന്റ്സ് നിങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 8 മാർക്ക് കിട്ടുവാണ്. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് എസ് എഴുതി 2-3 പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല, ആ പോയിന്റ്സ് പഠിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് 8 മാർക്ക് അവിടെ കിട്ടുന്നതാണ്. ജയിക്കുന്നത് പോലെ. എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഔട്ട്സോഴ്സിങ്. ഓക്കെ, ഔട്ട്സോഴ്സിങ്ങിന്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും എന്ത് ചെയ്തിട്ടുണ്ട് 2024 ആ ഒരു ചോദ്യം അവിടെ ചോദിച്ചിട്ടുണ്ട്. ഇനി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എസ് എ ചോദിക്കുമോ എന്ന് പലരും ചിന്തിക്കും. പക്ഷേ 2018 2021 2023 എസ് എ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നോക്കിയേ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. ബിസിനസ് എത്തിക്സ്, ഓക്കെ, അതിൽ നിന്ന് ഒരു എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് 2021 ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ട് 2023 എൻവയോൺമെന്റ് പൊല്യൂഷൻ കോസസ് ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്. നമുക്ക് അത്യാവശ്യം അറിയാം, ഒരു തവണയെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ എഴുതാവുന്ന കാര്യങ്ങളാണ്. അപ്പം വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഫോർമേഷൻ ഓഫ് എ കമ്പനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്റർ നോക്കുമ്പോൾ പ്രൊമോഷൻ സ്റ്റേജ് ഇൻ ഫോർമേഷൻ ഓഫ് എ കമ്പനി 8 മാർക്കിന്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഫോർ ഇൻകോർപ്പറേഷൻ, ക്ലോസസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ 18 ചോദിച്ചിട്ടുണ്ട്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഈ ഒരു ചോദ്യം എന്തായാലും എല്ലാ വർഷവും ചോദ്യപേപ്പറിൽ ആവർത്തിച്ച് കാണുന്നതാണ്. അപ്പം 24 എസ് എ ക്വസ്റ്റൻ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു വർഷം ചിലപ്പോൾ ചോദിക്കാനായിട്ട് പോകുന്ന ഒരു 4 മാർക്കോ 3 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ആവാൻ ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ചോദ്യത്തെ നിങ്ങളവിടെ പഠിച്ചോളുക. ദെൻ ലാസ്റ്റ് നമ്മുടെ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്, അതിൽ വരുന്ന സമയത്ത് ഏതൊക്കെയാണ് ഡിഫറെന്റ് എക്സ്റ്റേണൽ സോഴ്സ് 2018 ചോദിച്ചതാണ്. ദെൻ ഇക്വിറ്റി ഷെയറും അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ, ഇത് മൂന്നും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കൃത്യമായിട്ട് പഠിച്ചോളാം, ഉറപ്പായിട്ടും ചോദ്യം വരും. ഓക്കെ, ദെൻ പ്രിഫറൻസ് ഷെയർ, അതിന്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബഞ്ചേഴ്സ്. ആൻഡ് ദെൻ ആ ചാപ്റ്റർ ഒരു ലാസ്റ്റ് പോർഷനില്ല, പല ആൾക്കാരും ആ ചാപ്റ്റർ കുറെ പഠിച്ചതിന്റെ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ടെന്ന് തന്നെ ശ്രദ്ധിക്കാറില്ല, പലപ്പോഴും സ്കിപ്പ് ചെയ്തു. പക്ഷേ 24 എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ചോയ്സ് ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അഫക്ട് ചെയ്യുന്നത് ഒരു ചോദ്യം. ഓക്കെ, എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ സ്കിപ്പ് ചെയ്ത് വിടരുത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പം ഞാൻ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ലാസ്റ്റ് കുറച്ച് എസ് എ ക്വസ്റ്റ്യൻസ് എന്തായാലും ഷുവർ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ പറയാം. അതിൽ ഒന്നാമത് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് തന്നെയാണ്. കാരണം ഒരു എസ് എ ക്വസ്റ്റ്യൻ അവിടുന്ന് ഷുവർ ആണ്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ, ഇത് മൂന്നും എന്താണ് ഡിഫറൻസ് നമ്മൾ ടേബിൾ ആക്കിയിട്ട് ഇന്നത്തെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡെഫിനറ്റ്ലി അത് എടുത്തു തരും. അപ്പോൾ ലൈവ് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ടേബിൾ അവിടെ കിട്ടും. ഓക്കെ, ഡിഫറൻസ് കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ടേബിളാണ് നമ്മൾ കുറച്ച് പോയിന്റ്സ് പഠിച്ചാൽ മതി. ടേബിളാണ് കുറച്ചുകൂടെ ഓർത്തിരിക്കാൻ നമുക്ക് എളുപ്പമാണ്, വലിയ എസ് എ പോലെ ആവശ്യം വരുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് അതെന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ദെൻ ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഓക്കെ, ഒരു കമ്പനിയുടെ ഫോർമേഷനിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, ഈ ഒരു ചോദ്യം നിങ്ങൾ അവിടെ പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ വന്നിട്ട് നമ്മുടെ ബിസിനസ് സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, ഇതിൽ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സും പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസും, ഈ 2 ചോദ്യം ഓക്കെ കൃത്യമായിട്ട് പഠിക്കണം. എസ് എ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. പിന്നെ നമ്മുടെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യുക, പാർട്ട്ണർഷിപ്പ് എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താണെന്നുള്ളതും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ള എസ് എ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള. അപ്പോൾ ഏറ്റവും ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യങ്ങൾ പഠിക്കാതെ പോകരുത്. ഈ ഒരു ഏരിയാസ് കൃത്യമായിട്ട് വായിച്ചിട്ട് അല്ലേ, നമ്മളെല്ലാം പഠിക്കണം. അതിന് ഈ ഒരു കാര്യം സ്ട്രെസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പാസ്സായി എന്ന് മാത്രമല്ല നല്ലൊരു സ്കോറിലോട്ട് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയാസ് ആണ് ഏറ്റവും ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ഇതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ എക്സാമിന് അടിപൊളിയായിട്ട് പഠിച്ചോളുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.